ജൂതചരിത്രം എഴുതാൻ വേണ്ടി ഭാരതത്തിലെ ജൂതക്കല്ലറുകൾ തേടിപ്പോയ നമ്മുടെ ജൂതനെ തിരികെ നാട്ടിലെത്തിയപ്പോ കേറിക്കിടക്കാൻ ഒരു ഇഞ്ച് സ്ഥലം പോലും കൊടുത്തില്ല നമ്മുടെ നാട്ടുകാര്. ഇസാഖിനെ അറിയാമോ? മാളയിലെ ആദ്യത്തെ MA കാരനാണ്. കൊച്ചിയിലെ ഏതോ കോളേജിൽ അധ്യാപകനായിട്ട് ജോലി കിട്ടിയതാ. കോളേജിൽ നിനക്ക് മേലെ മറ്റധികാരികളുണ്ടാവും, അവർക്ക് കീഴിൽ ജോലി ചെയ്യാനല്ല നിന്നിതുവരെ പഠിപ്പിച്ചത് എന്ന അമ്മയുടെ വാശിക്ക് മുമ്പിൽ വഴങ്ങി ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു ജൂതന്. അത് ഞങ്ങളുടെ ഇടയിൽ ഒരു എഴുതപ്പെടാത്ത നിയമമാണ്. ഒന്നുകിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒന്നാമത്, അതല്ലെങ്കിൽ ചെറുതാണെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്. വേണേനീകോ എന്നൊക്കെ പറയാം. അല്ല സാറേ, ഈ ജൂതന്മാരുടെ ചരിത്രം എഴുതാൻ അദ്ദേഹം എന്തിനാ ജൂതക്കല്ലറുകൾ തേടിപ്പോയത്? ഭ്രാന്ത്, മുഴുത്ത ഭ്രാന്ത്. തലയ്ക്ക് ബോധമുള്ളവരാരെങ്കിലും ചത്ത് മണ്ണോട് മണ്ണായവരോട് ചരിത്രം ചോദിക്കാൻ പോവോ? ആൾക്കാരെന്തൊക്കെ പറഞ്ഞാലും ജൂതൻ നല്ലൊരു മനുഷ്യനായിരുന്നു. മാളയിൽ എത്ര പേരാണെന്നറിയാമോ ജൂതന്റെ കാരുണ്യം കൊണ്ട് പഠിച്ച് രക്ഷപ്പെട്ടേക്കണത്? എന്തിന് ഇവിടത്തെ MLA TP പ്രകാശം പോലും ജൂതന്റെ സഹായമില്ലായിരുന്നെങ്കിലേ എന്നെ പട്ടിണി കിടന്ന് ചത്തുപോയാനായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം, വിധി അല്ലാണ്ട് പറയാൻ. സാറേ, ആ ആളെത്തിയ കേറി വാ മാഷെ. മാഷ ഇത് ഇസഹാക്ക്. നമസ്കാരം. ഇസഹാക്കിന്റെ മുത്തച്ഛന്റെ അണ്ടർതിയ. അപ്പൊ മാഷ കല്ലറയൊന്ന് കാണിച്ചു കൊടുക്കണം. വാ, ഞാനതട്ടെ. താങ്ക്സ്. ആയിക്കോട്ടെ. മാഷേ, ഒന്നും തോന്നരുത്, ഒരു കൗതുകം കൊണ്ട് ചോദിക്കുക. ഈ ജൂതചരിത്രം എഴുതാൻ വേണ്ടി മാഷ് എന്തിനാ ജൂതക്കല്ലറുകൾ തേടിപ്പോയത്? ചരിത്രം എഴുതാൻ കല്ലറ തേടിപ്പോയി എനിക്ക് ഭ്രാന്താണെന്ന് ഇസാഖിനോട് ആരും പറഞ്ഞു കാണുമല്ലേ? ഇസാഖേ, അങ്ങ് ഇവിടെയുള്ള ഏതെങ്കിലും ജൂതക്കല്ലറയിൽ നിന്നും മറ്റൊരു ജൂതക്കല്ലറയിലേക്ക് യാത്ര തിരിക്കുക. ആ യാത്രയുടെ അന്ത്യത്തിൽ ഇസാഖ് എന്ന് എത്തുക ഇസ്രയേലിലെ കോലാങ്കുന്നിലെ കല്ലറകളിലായിരിക്കും. മനസ്സിലായില്ലല്ലേ? മാള, പറവൂര്, തൃശ്ശൂരുള്ള കാട്ടാക്കാമ്പലി, പോർക്കളം, കണ്ടാനശ്ശേരി, ഭാരതപ്പുഴയുടെ തീരത്തുള്ള ആനക്കര, പഴയന്നൂർ, കോങ്ങാട്, നിലമ്പൂര്, നാടുകാണിച്ചുരം കയറി വയനാട്, ബത്തേരി, തുഷാൽ നഗർ, അസനഹള്ളി, സോമവാർപേട്ട, ചിത്രദുർഗ, നാഗപ്പൂര്, റാഞ്ചി, ബനാറസ്, അലഹബാദ്, കാശ്മീര്, കാബൂള്, ഇറാഖ്, ബാബിലോൺ, ഇസ്രായേൽ. മിസ്ത്രികളുടെ ചരിത്രം തേടി പോവാൻ ഇതിനും നല്ല വഴി ഞാൻ നോക്കിയിട്ട് കണ്ടില്ല സാറേ. പോവാ. ഇവിടെയാ പണ്ട് കല്ലറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആർക്കോ പൊളിച്ചിളഞ്ഞാണ് അല്ലേ? കുഴപ്പമില്ല മാഷേ. അവിടെ ചെന്ന മുത്തച്ഛൻ്റെ കല്ലറ കണ്ടു എന്ന് ഞാൻ അവരോട് പറയുള്ളൂ. അമ്മയ്ക്കത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാവും. ഒരാളുടെ ജീവിതകാലം മുഴുവനുള്ള സന്തോഷത്തിന് വേണ്ടി ഒരു കള്ളം പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല, അല്ല ജൂതമാഷേ? അതെ, ഞാൻ ഇസാഖിനോട് സഹായം ചോദിച്ച വിഷമം തോന്നരുത്. എന്താ ജൂതമാഷ ഇത്? ഞങ്ങളുടെ എല്ലാ ശേഷിപ്പുകളുടെയും കാവൽക്കാരനായി മാഷ് ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുക. എന്നെ ഒരു അന്യനെ കാണണ്ട. എന്താ വേണ്ടത് പറ. പണ്ട് ഇവിടുന്ന് ഇസ്രയേലിലേക്ക് പോയതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അമ്മയും പെങ്ങളുണ്ടായിരുന്നു. അറിയാം, സിനഗോഗിൻ്റെ മാനേജർ എന്നോടെല്ലാം പറഞ്ഞിരുന്നു. ഓ,
ഓരോ ദിവസവും കടവിൽ ബോട്ടെടുക്കുമ്പോൾ വന്നിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ അവരുണ്ടാവണമെന്ന പ്രാർത്ഥനയോടെ ഞാൻ നോക്കിയിരിക്കാറുണ്ടായിരുന്നു. പക്ഷെ അവരെ മാത്രം ഞാൻ കണ്ടില്ല. അവിടെ ചെന്ന് ഇസാക്ക് അവരെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. ഉമ്മാച്ചിയെ കണ്ടാൽ പറയണം, ഉമ്മാച്ചിയുടെ മോനിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അവരുടെ അഡ്രസ്സോ മറ്റോ? താഴെ എഴുതിയിരിക്കുന്നത് ഇവിടുത്തെ പാപ്പിയുടെ വീട്ടിലെ നമ്പറാണ്. ഈ അഡ്രസ്സ് വെച്ചിട്ട് അവരെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഇവിടുന്ന് കുടിയേറിപ്പാർത്തവരുടെ അസോസിയേഷനൊക്കെ ഉണ്ട് അവിടെ. അവരുമായിട്ട് ബന്ധപ്പെട്ട് മാഷിൻ്റെ അമ്മയും സഹോദരിയും കണ്ടെത്താൻ ഞാൻ ശ്രമിക്കാം. അല്ല, ശ്രമിച്ചിരിക്കും. മാഷ് സന്തോഷമായിട്ടിരിക്കും. പോവാം. കേസ് നമ്പർ 365/85, മനക്കിൽ ഇല്യാഹു മകൻ ആരോൺ ഇല്യാഹു എന്ന ഔറോണി. വർഷങ്ങൾക്ക് മുമ്പ് മാളയിൽ നിന്ന് പുറപ്പെട്ടു പോയ ഇല്യാഹു ജൂതന്റെ മകനായ ആറോൺ ഇല്യാഹു എന്ന ഔറോണി ജൂതനാണ് താങ്കളെന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും രേഖയോ തെളിവോ താങ്കളുടെ കൈവശമുണ്ടോ? ഇല്ല. തൈപ്പള്ളി പരമേശ്വരൻ മകനും സ്ഥലം MLA-യുമായ ശ്രീ TP പ്രകാശൻ. മിസ്റ്റർ പ്രകാശൻ, ഇലിയാഹു ജൂതന്റെ മകനെന്ന് അവകാശപ്പെടുന്ന ഈ കൂട്ടിൽ നിൽക്കുന്ന മനുഷ്യൻ താങ്കളുടെ ഗുരുനാഥൻ കൂടിയായ ഔറോണി ജൂതനാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? മാളയിൽ നിന്ന് ജൂതന്മാർ ജീവിച്ചിരിപ്പില്ല. താങ്കൾക്ക് മറ്റെന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ഇല്ല. The case of the above complainant Oroni for getting back his immovable asset and property comprised in Mala Panchayat. However, unfortunately, the above Oroni miserably failed to prove his identity by himself for claiming his asset. The only witness by his side also did not recognize him. In this juncture, the court rejected the case of the above complainant Oroni and the suit is dismissed. In addition to that, this court also held to proving the identity of Oroni is just like searching for a black cat which is not there in a dark room. ട്രാൻസ്ഹ്യൂമൻസ്. ഈ ട്രാൻസ്ഹ്യൂമൻസ് എന്താണെന്നറിയോ? ഗ്രീഷ്മകാലത്ത് ഈ മൃഗങ്ങളെ സമതല പ്രദേശത്ത് നിന്ന് പർവ്വത പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ശൈത്യകാലത്ത് പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് സമതല പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഈ സമ്പ്രദായത്തെയാണ് അല്ലിതാരാ? ഞാൻ വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ക്ലാസ് അല്ലേ? നീ അർഹിച്ചത് തന്നെ നിനക്ക് കിട്ടി. ഇനി എന്താ പ്രകാശം നിന്റെ പരിപാടി?
ഇനി എന്തെങ്കിലും പണിക്ക് വിട്ടാലോ എന്ന് ആലോചിക്കലാ. ഈ പ്രായത്തിൽ പിന്നെ എന്ത് പണിക്ക് പോവാനാ? മോന്റെ സഹായം കൊണ്ട് ഇതുവരെ എത്തി. കോളേജിലായിട്ട് പഠിപ്പിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. എന്തെങ്കിലും വഴി ഉണ്ടാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പേരക്കുട്ടി പഠിച്ച് വലിയ ആളാവണമെന്ന് കാളിച്ചേച്ചി കാശില്ലേ? ആശിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ മോനെ. ദേ പ്രകാശന്റെ കാര്യമോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. അവൻ എനിക്ക് കിട്ടു വന്നേക്ക്. ഉമാജേ അതെടുത്തോ. ഫസ്റ്റ് ക്ലാസ് വന്നേക്കണം. ഇത് ഞങ്ങളുടെ വക ഒരു സമ്മാനമാ. കോളേജിലൊക്കെ പോകുന്നതല്ലേ, പുതിയ ഉടുപ്പൊക്കെ ഇട്ട് മിടുക്കനായിട്ട് വേണം പോവാൻ. ധൈര്യമായിട്ട് പോയിക്കോടാ.